മുംബൈയിലെ ഹാജി അലി പള്ളിയിൽ സ്ത്രീകൾക്കും പ്രവേശനം കൊടുക്കണം എന്ന കോടതി ഉത്തരവ് വന്നതോടെ സ്ത്രീ പ്രസ്ഥാനങ്ങളും നേതാക്കളുമെല്ലാം ആവേശം പൂണ്ടുകഴിഞ്ഞു. കാലാകാലങ്ങളിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പുതുക്കിപ്പണിയപ്പെടാത്ത സാഹചര്യത്തിൽ പുതിയ കാലത്തിന്റെ പുരോഗമന ശക്തി എന്ന നിലയിൽ ആരാധനാലയത്തിലെ സ്ത്രീ പ്രവേശന പ്രശ്നത്തിൽ കോടതി ഇടപെട്ടതാണത്രേ. പണ്ട് തീണ്ടലും തീണ്ടാരിയും ഉള്ള കാലത്ത് അതെല്ലാം മാറ്റിയെടുത്തതുപോലുള്ള സാമൂഹ്യ പരിവർത്തനം സ്ത്രീകൾക്ക് ചില ആരാധനാലയങ്ങളിൽ ഏർപ്പെടുത്തിയ വിലക്കിന്മേലും വേണം. എന്തായാലും ഹാജി അലി പള്ളിക്ക് പിന്നാലെ ശബരിമലയിലും സ്ത്രീ പ്രവേശനം വേണമെന്ന ആവശ്യം നിലനിൽക്കുന്നു. അപ്പോഴാണ് പിന്തിരിപ്പൻ വാദങ്ങളുമായി സ്ത്രീകൾ ഉണ്ടാക്കുന്ന സാമൂഹ്യ വിപത്തുകളെക്കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ വരുന്നത്. പ്രയാറിന് മറുപടി പറയാൻ പുരോഗമന സ്ത്രീ പ്രസ്ഥാനങ്ങൾക്ക് ബാധ്യതയുണ്ടല്ലോ. അതുകൊണ്ടാണ് സഖാവ് TN സീമ ടീച്ചർ അരയും തലയും മുറുക്കി രംഗത്തെത്തിയത്. ശബരിമലയിൽ സ്ത്രീ കയറിയാലുള്ള കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്നതിനെക്കുറിച്ച് പ്രയാർ എഴുതിയ ലേഖനം ഉദ്ധരിച്ചുകൊണ്ടാണ് സീമ ടീച്ചറിന്റെ വിമർശനം. തീണ്ടാരിയാണ് ഏറ്റവും വലിയ പ്രശ്നം. തൊട്ടുകൂടായ്മ എന്താണ്? തീണ്ടാരി ഇല്ല, തൊട്ടുകൂടായ്മയില്ല, 4 ദിവസം കഴിഞ്ഞ് കുളിച്ചിട്ടാണ് കയറുന്നത് എന്ന് പറഞ്ഞ് കയറി അങ്ങ് ചെല്ലുമ്പോൾ മെൻസസ് ആയാൽ എന്തു ചെയ്യും? ഇതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അതുകൊണ്ട് മാത്രം കാര്യം നിൽക്കില്ല, വേറെ കാരണമാണ്. വേറൊരു വലിയ പ്രശ്നം എന്താണ്? 14 മണിക്കൂർ വരെ അടുക്കി അടുക്കി ക്യൂ നിൽക്കുമ്പോൾ തൊട്ടടുത്തൊരു പെണ്ണ് നിന്നാൽ എന്താ സ്ഥിതി? ഈ അയ്യപ്പന്മാരുടെയൊക്കെ ഒരു കാര്യം, ഇത്രയും വൃത്തികെട്ടന്മാരാണ് ശബരിമലയിൽ പോകുന്നതെന്ന് നമ്മൾ ഇതുവരെ അറിഞ്ഞില്ല. കൂട്ടപാത്രത്തിൽ ഞണ്ടു വീണാൽ മഴ പെയ്തു വെള്ളം വീണാൽ ജല ജല ജല. 10 മണിക്കൂറും 8 മണിക്കൂറും നിൽക്കുന്ന സ്ത്രീക്കൊന്ന് മൂത്രമൊഴിക്കണം തോന്നിയാൽ എന്താ വഴി? ഈ പൊങ്കാലയ്ക്ക് പോകുന്ന പെണ്ണുങ്ങൾ എങ്ങനെയാ മൂത്രമൊഴിക്കണേ എന്ന് ദേവസ്വം ബോർഡ് ചെയർമാൻ ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. വിരിഞ്ഞ പാലപ്പൂമണം വന്നാൽ ഗുമുകുമകുമകു, തേൻ കൂട്ടിൽ കല്ലു വീണാലു. ഇങ്ങനെ തപ്പിക്കളിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല സാർ. മറുപടി പറയണം. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിന്റെ കാര്യത്തിൽ BJPയെ വളർത്താൻ വളവും വെള്ളവും ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാർ ശബരിമല ഭക്തരെക്കുറിച്ച് എന്താണ് കരുതി വച്ചിരിക്കുന്നത്? സ്ത്രീകളെ കണ്ടാൽ ഉടൻ കൺട്രോൾ പോകുന്നവരാണോ അയ്യപ്പ ഭക്തന്മാർ? അങ്ങനെ ധാരണയുള്ള ഒരാളാണോ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നത്? പ്രയാർ ഉന്നയിക്കുന്ന വലിയ പ്രശ്നം അതുതന്നെയാണ്, ഏറ്റവും വലിയ പ്രശ്നം. അടിവസ്ത്രമൊക്കെ ഉണ്ടെങ്കിലും അയ്യപ്പന്മാർ ശബരിമലയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ലേ? അടിവസ്ത്രം മാത്രം ഇട്ട് എല്ലാ ക്ഷീണവും മറന്നുറങ്ങുന്ന പുരുഷന്മാരെ പോലെയാണോ ഒരു സ്ത്രീ കിടന്നുറങ്ങിയാൽ? എത്ര ഭക്തിയുള്ളവനും ഡാഷ് ഡാഷ് ഡാഷ്. പ്രയാറിന്റെ ഭാഷ ഉപയോഗിക്കാൻ ടീച്ചറുടെ മനസ്സ് അനുവദിക്കാത്തത് കൊണ്ടാണ് ഡാഷ് എന്നിടത്ത് കൺട്രോൾ എന്ന് ചേർക്കണം. ഏതു ഭക്തന്മാർക്കും കൺട്രോൾ പോകും എന്നാണ് പ്രയാർ പറഞ്ഞതിന്റെ അർത്ഥം. വേദവ്യാസന്റെ കഥ അറിയാമല്ലോ, അറിയില്ലേ? വേദവ്യാസന്റെ കഥ അറിയില്ലേ? കടത്ത് കടക്കാൻ പോയ പെണ്ണിനെ പരാശര മുനിയിൽ നിന്നുണ്ടായതാണ്. അതെങ്ങനെ ഉണ്ടായത്? ഒരു കടത്ത് കടന്നപ്പോ ഉണ്ടായ ഒരു അബദ്ധമാണ്. വാഗുരുവി വരുഗുരുവി വാഴക്കൈമേലേറി ഗുരുവി, വാഗുരുവി വരുഗുരുവി വാഴക്കൈമേലേറി ഗുരുവി. വിശ്വാമിത്രന്റെ കഥ അറിയാമല്ലോ. വിശ്വാമിത്രന്റെ കഥ ഒന്ന് ആലോചിച്ച് നോക്കിയ ഈ ഹിന്ദു പുരാണത്തിലെ മഹാഋഷിമാർ എന്ന് പറയുന്ന ആളുകളെയാണ് ഈ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാമിത്രന്റെ കാര്യം അറിയാലോ. എന്താ കാര്യം? ആ മേനക വന്ന് കളിച്ചു കാണിച്ചപ്പോ തീർന്ന്, അത്രേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഋഷിവര്യന്മാരിൽ പലരും സാഹചര്യങ്ങളിൽ ദൗർബല്യം തേടിയെങ്കിൽ ഇതൊന്നുമല്ലാത്ത പാവപ്പെട്ട അയ്യപ്പ ഭക്തന്മാരുടെ സ്ഥിതി എന്താ? അവരുടെ മനസ്സിനെ ഭ്രാന്തമാക്കാനല്ലേ ഈ സ്ത്രീ പ്രവേശം ഉപകരിക്കുള്ളൂ. അപ്പോ ഇതുവരെ പറഞ്ഞു വന്നത് തീണ്ടാരിയാണ് പ്രശ്നം എന്നായിരുന്നു. ഇതിപ്പോൾ കൺട്രോൾ കൂടി വന്നാൽ കുഴപ്പമാണ്. യഥാർത്ഥത്തിൽ അയ്യപ്പന്മാരുടെ പ്രശ്നം എന്താണെന്നാണ് പ്രയാർ പറയുന്നത്. അപ്പൊ എന്താ പ്രശ്നം? തീണ്ടാരിയാണോ പ്രശ്നം? അയ്യപ്പന്മാരുടെ കൺട്രോൾ ഇല്ലായ്മയാണോ പ്രശ്നം? എന്റെ കൺസെപ്റ്റ് അതിനപ്പുറമാണ്. കാരണം അതൊരു വളരെ സ്ത്രീകളെ കുറിച്ച് വലിയ കൺസേൺ ഉള്ള ആളായതുകൊണ്ട് ഇത്രയും സ്ത്രീകൾ അങ്ങോട്ട് കയറുമ്പോൾ ശബരിമലയിൽ എത്ര കേസുകൾ ഉണ്ടാകും? സ്ത്രീ പീഡനം, എത്രയെത്ര സ്ത്രീ പീഡന കേസുകൾ ഉണ്ടാകും? ഇതെങ്ങനെ നിയന്ത്രിക്കും?
സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കുന്നതിന് സ്ത്രീ പോലീസ് വേണ്ടേ? 100 സ്ത്രീകൾ വന്നാൽ എത്ര വനിതാ പോലീസ് അതിന്റെ മുകളിൽ വേണം? ഈ വനിതാ പോലീസും സ്ത്രീകളല്ലേ? അവരെ സംരക്ഷിക്കാൻ ആരെ കൊണ്ടുവരും? പട്ടാളത്തെ കൊണ്ടുവരാൻ പറ്റുമോ? പിന്നെ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെ പിടിച്ച ദേവസ്വം ബോർഡിന്റെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാൻ ആക്കി വെച്ചിട്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ എന്നൊരാൾ ശബരിമലയുടെ തലപ്പത്തുണ്ട് എന്ന് കരുതി സമൂഹത്തിൽ ഒരുവിധ പരിഷ്കരണവും പാടില്ല എന്ന് വാദിക്കുന്ന രാഹുൽ ഈശ്വറുമാരും കുമ്മനം രാജശേഖരന്മാരും നിരന്നിങ്ങനെ നിൽക്കുകയാണ് കേരളത്തിൽ. സ്ത്രീയാണ് പ്രശ്നം, തീണ്ടാരിയാണ് പ്രശ്നം. ഒടുവിൽ പറയുന്നത് ഇതെല്ലാമാണ്. അതായത് ആർത്തവമാണ് കുഴപ്പം എന്നാണ് പറയുന്നത്. സ്ത്രീ ശരീരത്തിന്റെ ഒരവസ്ഥ കുഴപ്പമാണെങ്കിൽ സ്ത്രീ ആകെ കുഴപ്പമാണല്ലോ. തിരുവിതാംകൂർ ചെയർമാൻ ദേവസ്വം ബോർഡ് ചെയർമാൻ തന്നെ പറയുന്നുണ്ട്, എന്റെയൊക്കെ വീട്ടിൽ പണ്ടൊക്കെ പെണ്ണുങ്ങൾ മാറിയിരിക്കായിരുന്നു, ഇപ്പൊ എന്താ പെണ്ണുങ്ങൾ മാറിയിരിക്കാത്ത? മാറിയിരുന്ന ഉള്ളിലേക്ക് ഒന്നും ചെല്ലൂല, അതുകൊണ്ടാ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഈ അവിടെ ഇരിക്കുന്ന ഈ ആഢ്യന്മാരായിട്ടുള്ള ആളുകൾക്ക് വെച്ച് വിളമ്പണമെങ്കിൽ സ്ത്രീകൾ വേണം. പണ്ട് കൂട്ടുകുടുംബായിരുന്നു, 2 സ്ത്രീകളങ്ങ് മാറിയിരുന്നാലും വേറെ പെണ്ണുങ്ങളുണ്ടായിരുന്നു ഉണ്ടാക്കാൻ. ഇപ്പൊ ഈ അണുകുടുംബങ്ങളിലേക്ക് വന്നപ്പോൾ ഭാര്യയോ മക്കളോ മാറിയിരുന്നു കഴിഞ്ഞാൽ അകത്തേക്കൊന്നും ചെല്ലൂല എന്നുള്ളത് കൊണ്ട് ആ ആചാരം നമ്മളങ്ങ് മാറ്റി. നേരത്തെ പേടിയുണ്ടാ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. പേടി പോടാ. അതുകൊണ്ട് ഇനിയുള്ള കാലം ഇമാതിരി വാദങ്ങളുമായി പ്രയാറും കൂട്ടരും വരില്ല എന്ന് പ്രതീക്ഷിക്കാം. ഇനിയൊരു ഇടവേള, അത് കഴിഞ്ഞ് ഓണക്കച്ചവടം. അതിന് വിലക്കുകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തി അതിനെ ഒറ്റപ്പെടുത്തി മറ്റൊന്നായി ചിത്രീകരിക്കുന്ന നടപടി. എന്ത് കാര്യത്തിനും അവർക്ക് ഞാൻ വേണം. അതുപോലെ തന്നെ ആളുകൾക്ക് വലിയ സ്നേഹവും ബഹുമാനമാണ്. നാട്ടുകാരുടെ കണ്ണിലുണ്ണിയ. ഓണം മധുരമാകാൻ പഞ്ചസാര പ്രത്യേകമായിട്ട് തന്നെ വേണ്ടി വരും.